ഇന്ന് വലിയ പെരുന്നാളിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോണ വീഡിയോ കേട്ടോ. ആദ്യം ഞങ്ങൾ പോയത് സൈനപ്പിലേക്കാട്ടോ. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതുവിൻ്റെ അടുത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു കുട്ടീനെയും കൊണ്ടുപോയിട്ടാ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇതിൻ്റെ അകത്ത് ആദ്യം വരുന്നത് ലേഡീസ് സെക്ഷനാണ് കേട്ടോ. മുകളിലാണ് ജെൻസിൻ്റെ സെക്ഷൻ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതേപോലെ നല്ല പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പഴയ വീടിൻ്റെ സെറ്റപ്പാണിട്ടത്. ഇവിടെ ഇമ്പോർട്ടഡ് ഡ്രസ്സിൻ്റെ കളക്ഷനാട്ടോ കൂടുതലായിട്ടുള്ളത്. കുറേ അധികം ഡ്രസ്സുകൾ ഉള്ളതുകൊണ്ട് നല്ലോണം ടൈം പിടിക്കൂട്ടോ സെലക്ട് ചെയ്ത് വരാനൊക്കെ. ഈ റൂം ഫുള്ളും ഷർട്ടിൻ്റെ കളക്ഷനായിരുന്നു. ഒരെണ്ണത്തിന് 500, 3 എണ്ണത്തിന് 1000, അങ്ങനെ കുറേ ഓഫർ പ്രൈസാണ് ഇവിടെ എല്ലാത്തിലുള്ളത്. വീഡിയോയിൽ തന്നെ മനസ്സിലാവും എന്തോരോ കളക്ഷനാന്നുള്ളത്. പിന്നെ ഞങ്ങൾ വീണ്ടും ടീഷർട്ട് തന്നെ നോക്കിയിട്ടാ. ഇപ്പം കാട്ടിയ ടീഷർട്ട് ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായി. ഇപ്പം തന്നെ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ബോറടിച്ചിട്ട് അവൻ അവിടെ ഫുള്ള് നടത്തായി. അതിന് പിന്നെ കുറേയൊക്കെ ഞങ്ങളുടെ വൈബ് തന്നെ ആയതുകൊണ്ട് പർച്ചേസിങ്ങൊക്കെ ഞങ്ങൾക്ക് ഒരുവിധം കൂളായി തന്നെ നടക്കും. ഇടയ്ക്കൊന്നും അവനെ മൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ വേറെ വാശിയും കാര്യങ്ങളൊന്നും അവനുണ്ടാവില്ല. ഈ നേരം കൊണ്ട് തന്നെ അതും അവിടുത്തെ ഒരുവിധം സ്റ്റാഫിനോടും കസ്റ്റമേഴ്സിനോടൊക്കെ കമ്പനി ആയിട്ടായിരുന്നു. അതുകൊണ്ട് ഈ ഷോപ്പ് ഫുള്ളും അവൻ്റെ എന്നുള്ള ഭാവത്തിലായിരുന്നു കേട്ടോ അവൻ്റെ കളികൾ. പിന്നെ അതുവിനെ പിന്നെ കുറേ നേരം ഇങ്ങനെ പിടിച്ച് വെക്കണത് അവനക്ക് ഇഷ്ടമില്ല കേട്ടാ. അവൻ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയി വിട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഏകദേശം ഇവിടുത്തെ തീരാറായിട്ടാ. അത് കഴിഞ്ഞപ്പോൾ താഴെ ലേഡീസ് സെക്ഷനിൽ ഞങ്ങൾ പോയി. ഈ സെക്ഷനിൽ ഫുള്ള് 1000 തൊട്ട് 1500 വരെയുള്ള റേഞ്ചിലൊക്കെ ഉള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ലേഡീസിൻ്റെ ആയാലും അത് ഇമ്പോർട്ടഡ് ഡ്രസ്സുകളായിരുന്നു കേട്ടോ കൂടുതലും. ബാഗി പാൻറ്റൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായി. പക്ഷെ ഞാനൊന്നും എടുത്തില്ല. ഇപ്പോൾ കാണുന്ന ടോപ്പിനൊക്കെ 1000 റുപ്പീസ് ആട്ടോ. അങ്ങനെ നമ്മൾ 2 ടീഷർട്ട് എടുത്തിട്ടുണ്ടായത് പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ടൗണിലേക്ക് പോയി. അതിനും എനിക്കൊക്കെ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു. മിക്ക ഷോപ്പുകളിലും കുട്ടികൾക്കുള്ള കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ. ഒരു എയിമില്ലാത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറേ ഷോപ്പിൽ കയറി ഇറങ്ങേണ്ടി വന്നു. ലാസ്റ്റ് ഈ ഫ്ലോറ കിഡ്സിൽ കയറി. അവിടെയും ഉണ്ടാവുമെന്ന് വെച്ചപ്പോൾ അവിടെ പെൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളക്ഷനായിരുന്നു കൂടുതൽ. പിന്നെ വീണ്ടും ലിറ്റിൽ ക്യൂനിൽ കയറിയപ്പോൾ ഈ കോഡ് സെറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇതെടുത്തു. പിന്നെ ക്യൂണിൽ കയറിയിട്ട് എനിക്കുള്ള ഡ്രസ്സ് എടുത്തു. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി.